നിതയുടെ ഒരു പ്രകടനം ഈ അഭിനയത്തിലൊക്കെ കാണുമ്പോ എന്താ തോന്നുന്നത്? ഗുഡ്, ഷീ ഈസ് ഡൂയിങ് ഗുഡ്. എത്ര മാർക്ക് കൊടുക്കും? ഭയങ്കര പ്രകടനം. 10 ഞാൻ അതിൽ ഗീവ് 8, 9. 8 ആണോ 9 ആണോ ഉറപ്പിക്കും? 8 ഇൻ ബിറ്റ്വീൻ എടുത്തോ. 8. അമ്മയുടെ പ്രകടനത്തിന് എത്ര കൊടുക്കും? അത് തന്നെ 8.5. ഇതിലെ പരിപാടിക്ക് മാർക്കിടായിരിക്കുമ്പോ ഒരു ജഡ്ജ് 8.5 പറഞ്ഞാൽ ബാക്കി എല്ലാരും 8.5. അമ്മ സീരിയൽ അഭിനയിക്കുന്നതാണോ സിനിമയിൽ അഭിനയിക്കുന്നതാണോ പരസ്യത്തിൽ അഭിനയിക്കുന്നതാണോ ഏതാ? സിനിമയിലാണ്. സീരിയലിലെ അഭിനയത്തിന് വ്യത്യാസമുണ്ട്. സീരിയലിൽ എനിക്ക് തോന്നുന്നു പണ്ട് ജയറാം ഒരു ഇതിൽ പറഞ്ഞില്ലേ, നമ്മുടെ മലയാളത്തിലെ അമ്മേ എന്ന് വിളിച്ചാൽ മതി, തമിഴ്നാട്ടിൽ ചെല്ലുമേ വിളിക്കണ പോലെ സീരിയലിൽ ഇച്ചിരി ഒരു സാധനം കയറ്റിയിടണം എന്ന് എനിക്ക് ഫീൽ ചെയ്താണ്ട്. അതൊക്കെ ഞാൻ പറയണതാണ്, അതല്ലാണ്ട് ആധികാരികതയൊന്നും അല്ല അതിനകത്ത്. അപ്പൊ സീരിയലിൽ എപ്പോഴും അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഈ കയറ്റിയിടുന്ന പരിപാടികൾ പറ്റാറില്ല. പുള്ളിക്കാരി നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നിയാണത്. ഇതൊക്കെ എന്റെ വിഷൻസ് ആണ് കേട്ടോ. ദൈവത്തോർത്ത് നാളെ എന്നെ ചീത്ത പറയാൻ പറയുന്നത് പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ സിനിമയിൽ ചെയ്യണതാണ് കുറച്ചുകൂടി എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് തോന്നിയിരിക്കുന്നത്. സീരിയലിൽ ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു സ്കീമാണ്. ഈ സിനിമയിൽ ചെയ്തതിൽ ഏറ്റവും കിടിലം എന്റെ പേര് സൂപ്പർ അങ്ങനെ തോന്നിയൊരു മൊമെന്റ് ഏത് പടത്തിലായിരുന്നു? സിനിമയില് മറ്റേ പൃഥ്വിരാജിന്റെ കൂടെ ഒരു കോൾഡ് കേസ്. അത് നിങ്ങൾ എല്ലാവരും കൂടി വീട്ടിലിരുന്നിട്ട് കണ്ടേ അല്ലെ? അത് OTT റിലീസ് ആയിരുന്നു. അത് വീട്ടിലിരുന്നാ കണ്ടത്. അത് വളരെ അവശ്യ നിരയിൽ ഇരുന്നാണ് കണ്ടത്. പിന്നെ നിതയുടെ ഫസ്റ്റ് പടം മാറ്റ്നി, അതില് നാച്ചുറലായിട്ട് നന്നായിട്ട് ചെയ്തു. എനിക്ക് അതും ഭയങ്കര ഇഷ്ടമായ ഒരു കഥാപാത്രമാണ് നിതയുടെ. അതിന്റെ ഇടയിൽ മമ്മൂക്കയുടെ കൂടെ 2 പടം ചെയ്തു അല്ലെ? ഒരെണ്ണം പുള്ളിക്കാരൻ സ്റ്റാറാ, പുതിയ നിയമത്തിലുണ്ടായിരുന്നു. പുള്ളിക്കാരൻ സ്റ്റാറാ. ഈ ഇപ്പൊ നമ്മള് മമ്മൂട്ടി, മോഹൻലാൽ, പ്രോമി അങ്ങനെ വലിയ വലിയ പ്രതിഭകളുണ്ടല്ലോ, ഇവരിലൊക്കെ കോമൺ ആയിട്ട് സീരിയസ് ആയിട്ടാ ചോദിക്കണേ. തമാശ തോന്നിയ അങ്ങനെ വലിയ വലിയ പ്രതിഭകള് കോമൺ ആയിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? ഇവര് 3 പേരും ആണുങ്ങളാണല്ലോ, പൂരിട്ടാതി പറഞ്ഞ പുരുഷന്മാർ. ഈ പൂരിട്ടാതിയിലല്ലാതെ പുരുഷന്മാര് ജനിക്കില്ലേ? അത് അങ്ങനെ പണ്ട് പോലും പറഞ്ഞു കേട്ടാ. പോട്ടെ, ക്ഷമിക്കുക. എന്നാ ഭരണിയില് പറഞ്ഞ IV ശശി. അയ്യോ, ചേട്ടൻ ഭരണിയിലാന്ന് സീൻ ചേച്ചി പറഞ്ഞല്ലേ. പ്രമുചണ്ടി ഒരു നർമ്മ കലർന്ന സംസാരവും ആകാര സൗന്ദര്യം അല്ലാതെ മറ്റെന്തൊക്കെ ക്വാളിറ്റീസ്? അത് ക്യാമറ ഉള്ളപ്പോ മാത്രമേ ഉള്ളൂ. അതെയാ? ക്യാമറ ഓഫ് ചെയ്തപ്പോ പറയാം നർമ്മല്ല ഹർമോണെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞില്ല. ഇടയ്ക്കെങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അച്ഛനൊരു കൂൾ ഡാഡാണ്, ബാക്കിയുള്ള പിള്ളേരുടെ അച്ഛന്മാരെ വെച്ചിട്ട് എന്റെ അച്ഛന്മാരെ കൂളാണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പിന്നെ ഡാഡി കൂൾ ഞങ്ങൾ എപ്പോഴും പാടാറുണ്ട് ഇങ്ങനെ. PT മീറ്റിങ്ങിന് അമ്മനെ കൊണ്ടുവിടണോ അച്ഛനെ കൊണ്ടുവിടണോ നല്ലത്? വരൂലേ? പപ്പ വരാറില്ല. PTA മീറ്റിങ്ങിന് ഞാനാ പോവാ. എനിക്ക് അതിനൊക്കെ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒരെണ്ണം പറയാമോ? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ PTA മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തും. എനിക്ക് ഇഷ്ടമല്ലാത്ത സംഭവമാണിത്. പ്രോമിക്ക് PTA മീറ്റിംഗ് ഇഷ്ടമല്ല, പഠിക്കണവരും ഇഷ്ടമല്ല. നല്ല രസമുള്ള ഒരു പാരന്റ്. ഭയങ്കര പഠിത്തം പഠിക്കരുത്. പിള്ളേർ പ്രത്യേകം പറഞ്ഞോ അധികം പഠിക്കരുത്. ഫസ്റ്റ് ഞാൻ ഇവരോട് ഇന്നേവരെ പറഞ്ഞല്ലോ, ഫസ്റ്റ് റാങ്ക് പഠിക്കണം, ഫസ്റ്റ് ആവണം, സെക്കൻഡ് ആവണം, 5-5 വരണം, ഇതൊന്നും ഞാൻ പറയാറില്ല. എന്താ പറയാ? ജയിക്കണം എന്ന് പറയാറുണ്ടോ? അല്ലല്ല, ജയിക്കല്ല, ഒരു ആവറേജ് പോലെ നിൽക്കണം അവർ, അത്രേ ഉള്ളൂ. ഒരു പക്ഷെ അവരൊന്നും അവരെ കേട്ടിട്ടില്ലല്ലോ. അതെ, ഇതുവരെ അവരത് കേട്ടിട്ടില്ല. അത്രയും പറഞ്ഞിട്ട് പോലും അവർക്ക് ഇന്നേവരെ അത് മനസ്സിലായിട്ടില്ല. ലൈക്ക് ഡാഡി ലൈക്ക് നമ്മളത് മനസ്സിലാക്കണം. മത്തൻ, അതെ മത്തൻ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളങ്ങനെ പോകട്ടെ. ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചല്ലേ, യുനോ. അതിന്റെ എല്ലാ ഗുണങ്ങളും നിനക്കുണ്ട്. ഇതെന്റെ ഒന്നാം പാൽ എന്തായി? ഒന്നാം പാലല്ല, നമ്മള് 2ാം പാലില വേവിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ 1ാം പാലും 2ാം പാലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാൻ പറ്റുമോ? 2 സമയത്ത് എടുക്കണതാണ്. ഫസ്റ്റ് എടുക്കണതാണ് ഫസ്റ്റാം പാല്, സെക്കൻഡ് എടുക്കുന്ന സെക്കൻഡാം പാല്. ഓക്കെ, ശരിക്കും അങ്ങനെയല്ലോ. അല്ല, 2 സമയത്തല്ല, പിന്നെ ഒരു സമയത്താണ് എടുക്കണേ. ഒരു സമയത്ത് തന്നെ എടുക്കണത്. ഇതേ ഒന്നാമത് എടുക്കണതല്ലേ 1ാം പാല്. ഇത് ദൈവമേ, ഇവിടെ പുതിയ
കട്ടി കൂടുതൽ എന്തുകൊണ്ടാ? ആദ്യം തേങ്ങ അരച്ച് ആദ്യം എടുക്കുന്ന പാലാണ് ഒന്നാം പാല്. അതല്ലേ ഫസ്റ്റ് പാലെന്ന് പറഞ്ഞാൽ ഫസ്റ്റാം പാല്. ഇത് പിന്നെ 2 സമയത്ത് എടുക്കണേന്ന് പറഞ്ഞ ഒന്നാം പാലിൽ എടുക്കാണ്ട് രണ്ടാം പാൽ എടുക്കാൻ പറ്റുമോ? ഓ എന്റെ അമ്മേ. അതായത് ഒന്ന് 4:52-നും ഒന്ന് 4:55-നും. രണ്ട് സമയമല്ലേ? ഓ റിയലി? ശരി. The first milk becomes the first milk. The second milk obviously becomes the second milk. Equation is proved. ഇത്രയ്ക്ക് പാചകത്തിൽ പ്രാവീണ്യമുള്ള ഒരാളെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശാസ്ത്രവും അതുകൊണ്ട് ഞാൻ വീട്ടിലൊരു സാധനം വെപ്പിക്കാറില്ല. ആ ശരിയാ. എത്ര പേര് അടുക്കള കൂട്ടി വെച്ച് മനസ്സിലാക്കുന്നത്. അയ്യോ. ഈ ചേട്ടൻ മാത്രം മരിക്കണില്ലല്ലോ. കോസ്റ്റ്യൂം സെൻസ് ഒക്കെ ആരുടെയാ? ഞങ്ങക്ക് കോസ്റ്റ്യൂമറൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല. കോസ്റ്റ്യൂമർക്ക് ഒഴിവില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾക്ക് ഒഴിവില്ലാത്തത് കൊണ്ടാണോ? അയാൾക്ക് കൊടുക്കാനുള്ള കാശില്ലാത്തതുകൊണ്ടാണ്. അല്ല പറ, എവിടുന്നാ അതൊക്കെ? കോസ്റ്റ്യൂംസ് എനിക്കും നിതയ്ക്കും വലിയ തെറ്റില്ലാണ്ടുണ്ട്. നിതയുടെ കാര്യം നന്നായിട്ട് നോക്കും, പിന്നെ നിത എന്റെ കാര്യം നന്നായിട്ട് നോക്കും, പിന്നെ നിത മക്കളുടെ കാര്യം നന്നായിട്ട് നോക്കിക്കോളും. ഇതിപ്പോ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ റെഡ് ഇട്ടുന്നുള്ളൂ. ക്രിസ്മസിന്റെ തീം കളർ എന്ന് പറയുന്നത് അവൻ CBSE ആണ്. പഴയ സ്കൂളിലല്ലേ. പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കാലത്ത് ക്രിസ്മസ് ഫ്രണ്ട് ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? എന്താ അത് തന്നെ. അതല്ല, ഞാൻ ഈ ഗിഫ്റ്റ് കൊടുത്തതും വാങ്ങിയതാണ്. ഞാൻ ഉദ്ദേശിച്ചേ ക്രിസ്മസ് ഫ്രണ്ടിന് നമ്മള് ഗിഫ്റ്റ് കൊടുത്ത കാര്യല്ലേ? അങ്ങനെ എന്തെങ്കിലും അന്നത്തെ കാലത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടോ? അങ്ങനെയൊക്കെ അല്ല, ഗവൺമെന്റ് സ്കൂളിലില്ല, ഞങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുണ്ട്. ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പഠിച്ചേ. ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കോതമംഗലം. നിങ്ങള് ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാറുണ്ടോ? ഈ വട്ടം എന്താ കൊടുത്തത്? ഇനി എത്ര സ്കൂളിന്റെ പേര് പറയണം? ഞാൻ ഇനി എത്ര സ്കൂളിന്റെ പേര് പറയണം? അതെന്താ ഒരുപാട് സ്കൂളിൽ മാറി മാറി? എല്ലാ ഓരോ കൊല്ലം ഓരോ സ്കൂളിലാ. അതെന്തേ? അങ്ങനെയാണ്. അല്ലല്ല, നിതയുടെ ഫാദർ, എന്റെ ഫാദർ പോലീസിലായിരുന്നു. ആള് സൂപ്രണ്ടന്റ് ഓഫ് പോലീസായിരുന്നു. 6, 7, 8 മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് പുള്ളിനെ ആരും നിർത്താറില്ല. അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാ കൊല്ലവും ട്രാൻസ്ഫർ ആവും. അപ്പൊ അങ്ങനെ ഞങ്ങള് പാലക്കാട്, എറണാകുളം, തലശ്ശേരി, താമരശ്ശേരി, പയ്യന്നൂര്, കാസർഗോഡ്, കോഴിക്കോട്, ഇവിടെ ഒക്കെ പോയിട്ടുണ്ട്. ചുരുങ്ങി ഇങ്ങനെ വരും, ബസ് റൂട്ട് പോലെ. ഇങ്ങനെ. അല്ല, ഒരു ഭയം ഉണ്ടായിരുന്നോ പോലീസുകാരന്റെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്നൊക്കെ ആലോചിക്കുമ്പോ? ഒന്നും ഉണ്ടായില്ല. അപ്പച്ചൻ, ഞാൻ കല്യാണം നിതേനെ കഴിക്കുമ്പോ അപ്പച്ചൻ റിട്ടയർ ആയിരുന്നു. അതിന്റെ ഒരു സന്തോഷമുണ്ട്. സന്തോഷം ഉണ്ടായിരുന്നു, സമാധാനമുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര പോലീസാന്ന് അറിഞ്ഞപ്പോഴേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി SP ആയിട്ടൊക്കെ ഇരുന്നപ്പോ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ മരുമോനൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് വലിച്ചേനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. എങ്ങനെയായിരുന്നു മറ്റേ അപ്പച്ചൻ SP ആയതോ? അതല്ല, നല്ല സാധനം എനിക്ക് ഇഷ്ടം.